എന്നെ തല്ലണ്ട മാമ. അച്ഛൻ പത്രം വായിച്ചു വിടുന്നു. അകത്ത് ഭയങ്കര വിപ്ലവം നടക്കാണ്. അമ്മേ വിട്ടില്ല ഇതുവരെ. അയ്യേ, സാധാരണ ലില്ലിപ്പണ്ട് കൊടങ്ങാളെ പോകുമ്പോ ഉള്ള പോലെ അല്ല, ഇച്ച് റേഞ്ച് കൂടുതലാ. നീ കഴിച്ചല്ല? ഇല്ല, ചോദിച്ചു, ഇഷ്ടം പോലെ കിട്ടി. തങ്കച്ചേട്ടൻ്റെ അടുത്ത് കുറച്ചുകൂടെ കിട്ടണം, അതുകൂടെ കിട്ടിയിട്ട് ഒരു ഉറക്കം. ഇനി കാര്യം പറയണ്ടാ. പരിപാടിയാണോ അച്ഛൻ? അമ്മ അല്ല കൊടുത്തതാണ്. റൊണാൾഡോ പോയാ? അത് പോയി. അതമ്മ കളഞ്ഞ അമ്മ കുടിച്ചിട്ടായിരുന്ന? നീ എന്നെ കുടിപ്പിക്കണ്ട. പിണക്കത്തില്ല, തീർന്നില്ലേ? എങ്ങനെ പിണങ്ങാതിരിക്കും? എടാ, ഞാൻ എൻ്റെ കൂടെ ഒരു അല്പ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്നുള്ള അല്പ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെ എങ്ങോട്ട് വിളിപ്പിക്കത്തില്ലായിരുന്നാ? ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോ പോണേൽ ഇപ്പൊ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? എന്ത് പറഞ്ഞാലെന്ത്? പോരാതെ കൊച്ചുങ്ങളുടെ പഠിത്തവും കളഞ്ഞിട്ട് പോയിരിക്കുന്നതുകൊണ്ട് വയ്യ കിടക്കുന്ന അമ്മയ്ക്ക് കൊച്ചുങ്ങളൊന്നും കാണണമെന്നൊരു അഭിലാഷം. എന്നാ എനിക്കും ഉണ്ട് അഭിലാഷം കൊച്ചുങ്ങളെ കാണാൻ. അമ്മ വയ്യാതെ കിടക്കുന്നവരുടെ അന്ത്യാഭിലാഷമാണ്. അമ്മയ്ക്ക് അഭിലാഷമല്ലേ ഉള്ളൂ. നിനക്ക് മുട്ട വേണ്ടെന്ന് പറഞ്ഞത്? നിനക്ക് മുട്ട വേണ്ട, നീ മുട്ട കഴിക്കുന്നല്ലോ. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. നീ മുട്ടയുടെ വെള്ള വേണം, മഞ്ഞ വേണം എന്ന് പറഞ്ഞ് വന്നെടുത്തരുന്നുണ്ട് കേട്ടോ. ഓ, ഞങ്ങൾ പറയാം നല്ലോണം കഴിക്കുമോനെ, എന്റെ കൂട്ട് ആവണ്ടേന്ന് പറഞ്ഞു. ഞാനും വേഗം കഴിക്കേ. പുകഴ്ത്തി പറയാന്ന് തോന്നരുത്. എന്തേ? നല്ല സൂപ്പർ മുട്ടക്കറി ആണോ? ഓ, എനിക്കും തോന്നി നല്ല മണം വന്നായിരുന്നു. ഇച്ചിരി തേങ്ങയും കൂടെ അരച്ച് ചേർത്തായിരുന്നുണ്ടായിരുന്നല്ലോ, വേറൊരു ലെവൽ വന്നേ. അതിനെക്കാട്ടിലും നല്ല രസമാണ് കറി ഇങ്ങനെ തിളച്ച് വരുമ്പോഴും മുട്ട പൊട്ടിച്ചൊഴിക്കണം. അത് ഇതിനെക്കാട്ടിലും സൂപ്പറായിരിക്കും. പിന്നെ മുട്ട സൂപ്പറാന്ന് പറഞ്ഞ എന്താ മുട്ടക്കറി? അല്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ സൂപ്പറാവുന്നാ പറഞ്ഞേ. കണ്ടുപിടിക്കണം. ഇത് വെറുതെ ഉള്ളിക്കകത്ത് മുളകൊടി ഇട്ടിട്ട് കൊള്ളാം. നല്ലല്ലേടാ കുഞ്ഞാ? അടി മേടിച്ചക്കരല്ലേ പറയുന്നത്. പിന്നെ ആ അമ്മ വാ. അതെ, ഞാനിവിടെ ശരിയാവത്തില്ല. ഇരുന്ന് കഴിക്കവിടെ. എവിടെ പോണു? കഴിപ്പടക്കത്തില്ല. എന്തിടാ? അതെ, ഞാൻ ഓരോന്ന് പറഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. വാമേ. ആഹാ, എൻ്റെ തക്കുടിക്കുട്ടൻ ഇവിടെ ഇരുന്ന് കഴിക്കായിരുന്നല്ലേ? ചുമ്മാ അല്ല അപ്പുറത്ത് കാണാതിരുന്നത്. ഇരിക്കേ. അമ്മയ്ക്ക് കഴിക്കാൻ എടുക്കട്ടെ? ഓ, എടുക്ക്. അമ്മൂമ്മയുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നേ? ഇത്തിരി പോലും പോയാ കൊച്ചന് മനസ്സിലായി എൻ്റെ മനോവിഷമം എന്താണെന്ന്. കോള പോയവർക്കൊന്നും മനസ്സിലായില്ല. അപ്പുറത്തൊരു പോലീസുകാരെ ഇരിപ്പുണ്ട്, അവരും അറിഞ്ഞൂടാ. എൻ്റെ അങ്ങനെ പോയതാണ് എൻ്റെ ഏറ്റവും വലിയ കഷ്ടകാലം. ദൈവമേ, എന്ത് ഒന്നുമില്ല. അമ്മയ്ക്ക് എന്താ വിഷമമുണ്ട്? വിഷമമുണ്ട്, ഞാൻ കൊണ്ട് നടന്നോളാം എൻ്റെ വിഷം. എന്താന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നു മക്കളെ, അമ്മയുടെ മനോവിഷമം മനസ്സിലാക്കാൻ ഒരു മക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യാനാണ്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വീട്ടിൽ ഞാൻ ഒറ്റക്കല്ലേ അടുക്കളയിൽ കിടന്ന് ഞാൻ എല്ലാം മെടക്കേണ്ടത്. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഞാൻ അല്ല, അടുക്കളയിൽ ഒന്നും വെക്കണ്ട, ഇവിടെ വെക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മേനോട്? അപ്പൊ ആ അടുപ്പിൽ പുകയണ്ട, തീ പുകയണ്ട അല്ലേ? അതല്ലേ നിങ്ങളുടെ വിചാരം? അത് നല്ല കാര്യമായി പോയി ഒരു വീട്ടില്. ശരിയാ, അല്ലെങ്കിൽ ഈ അടുക്കള പോയിക്കാതെ ലില്ലി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് അല്ലേ? ഇപ്പഴാ മനസ്സിലാവുന്നത്. നീ ഒരു കാര്യം ചെയ്യ, എന്റെ അടുത്തല്ലേ ഇത് പറയേണ്ടത്, അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവനൊരു ഭർത്താവല്ലേ? അല്ലേ? അവന് അമ്മയുടെ കാര്യമാണോ നോക്കേണ്ടത്, അല്ല കൊടങ്ങാവിളയിലാണോ നോക്കേണ്ടത്? അമ്മ ഇപ്പൊ പറഞ്ഞില്ലേ അവനോട്? പറഞ്ഞ് അത് ശരിയാണോ തെറ്റാണോ അതാണോ ഇതാണോ അവൻ ഇങ്ങനെ തന്നെ. അവൻ അത് ചെയ്യുന്നത് ശരിയല്ല, അമ്മയുടെ അടുത്ത് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ അനുഭവിച്ച് മടുക്കാൻ ഈ വയസ്സ്. സാരമില്ല, പോട്ടെ, ഞാൻ അവനോട് പറയാം. എന്നാ അമ്മയ്ക്ക് കഴിക്കാൻ തരട്ടെ? ഇനിയിപ്പൊ എനിക്ക് കഴിക്കാൻ വയ്യ, ഞാൻ അങ്ങോട്ടൊന്നും പോട്ടെ കേട്ടാ. മതിയല്ലോ മക്കളെ.
നീ എവിടെ പോണ്? കഴിച്ചിട്ട് പോടാ. അമ്മമ്മയുടെ കൂടെ ഞാനും പോണു. എടാ കഴിച്ചിട്ട് പോവാൻ. ദേ പോണ്. എടാ എന്നാ കൈ കഴുകിയിട്ട് പോ. ഞാൻ അവിടെ നിന്ന് കഴുകിക്കോളാം. അമ്മമ്മ, ഓ എന്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാരന്മാരെ അമ്മമ്മയ്ക്ക് കൊറേ കഥകൾ അറിയാം. അമ്മമാര് ഓരോ ദിവസം വന്ന് ഓരോ കഥകൾ പറയും. അമ്മമ്മയ്ക്ക് മാത്രം ഒരു കഥ അറിഞ്ഞൂടാ. അയ്യേ, എനിക്കും ഒരുപാട് കഥകൾ അറിയാം. അമ്മമ്മയ്ക്ക് ആമയുടെയും മുയലിന്റെയും ഓട്ടപിടുത്തം കളി മാത്രമേ അറിയാം. അല്ല മക്കളെ, എന്റെ തക്കുടൂന് ആമയുടെയും മുയലിന്റെയും കഥ ഇഷ്ടമുള്ളതുകൊണ്ടാ അമ്മൂമ്മ അത് പറഞ്ഞു തരുന്നത്. എനിക്ക് വേറെ കഥ ഇഷ്ടമുണ്ട്. ആണോ? ഇനി പറഞ്ഞുതരാം വേറെ കഥ. ആ, വേറെ കഥ പറഞ്ഞുതരാം. പറ. ഇപ്പൊ വയ്യ മക്കളെ, കുറച്ച് കഴിയട്ടെ. രാത്രി പറഞ്ഞു. രാത്രി പറഞ്ഞുതരാം. റൊണാൾഡേ, റൊണാൾഡേ, റൊണാൾഡോ മാമ, റൊണാൾഡോ മാമ, ദേ അമ്മമ്മ വിളിക്കുന്നു. ഇങ്ങോട്ട് വാ. ഞാന് ആ, നീ തന്നെ ഇങ്ങോട്ട് വാ. എന്താ അമ്മേ? കൊച്ചു കള്ള അമ്മമ്മ വിളിച്ചിട്ട് കേക്കാത്ത പോലെ പോയല്ലേ? അമ്മയല്ലേ വിളിച്ചായിരുന്നു? എന്ത്? ഞാൻ വേറെ എന്തോ ആലോചിച്ചോണ്ട് പോയപ്പോഴേ. എടാ, ഞാൻ വിളിച്ചിട്ട് കേക്കാൻ നിന്റെ ചെവിയിൽ കുരു ഉണ്ടാടാ, കേക്കാതിരിക്കാൻ. അത്യോട്ടും കേട്ടില്ല. എന്താ അമ്മ വിളിച്ചേ? ഒന്നുമില്ല. ഒന്നുമില്ല. അല്ല, ഇങ്ങോട്ട് വന്നേ. ചിലപ്പോഴൊക്കെ വിചാരിക്കും നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്ന്. നിന്നെ കാണുമ്പോൾ ഞാൻ അതങ്ങ് മറന്നു പോകും. എന്തായിരുന്നു? അല്ല, നിനക്ക് നാട്ടിൽ പോകണം, നിന്റെ ഭാര്യയെ കാണണം, മക്കളെ കാണണം എന്നുള്ള വിചാരം ഒന്നുമില്ലേ? തങ്കച്ചേട്ടത്തി വിളിക്കുന്നത്. തങ്കച്ചേട്ടത്തി. അല്ല, എനിക്കറിയാൻ മേലായിട്ട് വെക്കുക. ഇവിടുത്തെ അമ്മയ്ക്ക് എന്നെ കാണുമ്പോ എന്താണ്? ഞാൻ ഇറങ്ങി വന്നപ്പം അവിടെ നിന്ന് തക്കുടിനെ കൊണ്ട് എന്നെ വിളിച്ച് അങ്ങോട്ട് വരുത്തിച്ചിട്ട് ആക്ഷേപിച്ചേക്കുന്നു. എന്താ ആക്ഷേപിച്ചു? അതൊന്നും പറയാതിരിക്കുന്നതല്ലേ, അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാതല്ലേ. ആർക്കാ നിന്നെ കാണാവുന്നത്? നിന്നെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാ വേണ്ടിയില്ലായിരുന്നു. തങ്കച്ചേട്ടത്തി, ആ, നിങ്ങൾ തന്നെ ആവർത്തനം പറയണമല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നാലും നിനക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ഉത്തരവാദിത്തം കാണിക്കാനുണ്ട്. നീ കുറച്ചും കൂടിയല്ല, നല്ലോണം ഉത്തരവാദിത്തം കാണിക്കാനുണ്ട്. അത് ഉത്തരവാദിത്തം കാണിക്കാതെന്ന് പറഞ്ഞാൽ കൈ പൈസ ഇല്ലാതെ വരുമ്പോ ഉത്തരവാദിത്തം കുറവില്ല. കയ്യിൽ പൈസ എങ്ങനെ ഇല്ലാതെ വരും? വർക്ക്ഷോപ്പിൽ പണി കയറും. വർക്ക്ഷോപ്പിൽ പണിയില്ലെങ്കിൽ വർക്ക്ഷോപ്പ് നീ ജനിച്ചപ്പോഴേ വർക്ക്ഷോപ്പും കൊണ്ടാണോ ജനിച്ചത്? ഇപ്പൊ പഴയതുപോലെ വിളമ്പില്ലല്ലോ. വിളമ്പോ? എന്ത് വിളമ്പ്? മറ്റേ ഇടയ്ക്ക് വിളമ്പാൻ പോകുമായിരുന്നല്ലോ, ഇപ്പൊ അതില്ല വലുതായിട്ട്. അവർക്ക് യൂണിഫോം ഒക്കെ ഇട്ട ആളിനെ വേണം. നീ എന്തേ ഇവിടെ പോവാത്തത്? കൊടങ്ങാവിളിയില് അമ്മൂമ്മനെ കാണാൻ. ആ കൊടങ്ങാവളുടെ പേരേ പറയരുത്. ആ പേര് പറഞ്ഞ എനിക്ക് റോസ്മേരി ഓർമ്മ വരും. അപ്പൊ അത്ര ഇഷ്ടമാണ്. അവക്ക് എന്നെ കാണുമ്പോ എനിക്ക് വർക്കുണ്ടോ, എന്റെ വിശേഷങ്ങളൊന്നും അറിയണ്ട. പൈസ 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 പൈസ. ഇപ്പൊ മൂന്നാഴ്ചത്തെ പൈസ പൈസ എന്ന് പറഞ്ഞിട്ട് നീ പൈസ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? പണി കുറവാകുമ്പോ എങ്ങനെ പൈസ കൊടുക്കും? ഇപ്പൊ മൂന്നാഴ്ചത്തെ ആഴ്ചപ്പിരിവ് മുടങ്ങിയെന്ന് പറഞ്ഞോണ്ട് ഫോണിൽ കിടന്ന് അലറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. റോസ്മേരി ആയതുകൊണ്ട് കൊള്ളാം. ഞാനായിട്ടായിരുന്നെങ്കിലുണ്ടല്ലോ നിന്നെ ഇവിടെ വന്ന് വലിച്ചു കീറി മാവിന്റെ മണ്ടയിൽ കെട്ടി തൂക്കിട്ട് കത്തിച്ചേനെ. അതെ, ഇമാതിരി തമാശ എന്ന് റോസ്മേരി വിളിക്കുമ്പോ പറഞ്ഞു കൊടുക്കല്ലേ. നിങ്ങൾ പറയത്തുള്ളൂ, അവൾ അതേപോലെ പ്രവർത്തിക്കും. തമാശ. കുടുംബം നോക്കൂലാതെ. അമ്മച്ചിയുടെ വയ്യരുതായി അറിയാൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നെ തിരക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. പഴയ തല്ലുകൊള്ളിത്തരമൊക്കെ നിർത്തി ഇപ്പൊ ഡീസന്റ് ആയതെന്ന് പറഞ്ഞേക്കണേ. നീ അവനോട് പോയി പറ, ഞാൻ പോണൊന്നുമില്ല, എനിക്ക് പോകാനുള്ള കൊച്ചിനെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. പോകുന്നില്ലേ? മച്ചമ്പി എടുത്ത് പറഞ്ഞാൽ മച്ചമ്പി ഉള്ളതേ പറയും. അല്ല, എന്നാലും വിളിക്കുമ്പോഴെങ്ങാണോ ഒന്ന്. വിളിക്കുമ്പോ പോയാലും എനിക്ക് നുണ പറയാൻ പറ്റില്ല. എന്റെ അച്ഛനെ എന്നെ നുണ പറയാൻ പഠിപ്പിച്ചിട്ടില്ല. നുണ പറയത്തില്ലെന്നാ? ഇല്ല. നുണ പറയുന്നതാണോ? എത്ര വയസ്സായി? Come on, baby. എനിക്ക് മനസ്സില്ല പറയേ. പറഞ്ഞാ പൊളിയെന്നറിയാ. പോടെ ഒക്കെ അവിടെ നിന്ന്. 17 വയസ്സുള്ള ചെല്ല തങ്ക. എന്താടാ? ഉറങ്ങിയില്ലേ? ഞാൻ വിളിച്ച് ഉറങ്ങായിരിക്കും. ഉറങ്ങിയാ ഞാൻ പിന്നെ വിളി കേൾക്കുവോ? തൈലം തീർന്നായിരുന്നമ്മ? തൈലം തീർന്നായിരുന്ന? തൈലമൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇരിപ്പുണ്ട്. അയ്യോ അയ്യോ. ഓ പറ. നാളെ നമുക്കൊന്ന് ലില്ലിയുടെ അമ്മമ്മയൊന്ന് കാണാൻ പോയാലോ? നമുക്കല്ല,
നിനക്ക് നീ പോയി കണ്ടിട്ട് വാ. പോയിരുന്ന മോശമായിപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അതെനിക്കല്ലെന്ന് പറഞ്ഞില്ലേ, എനിക്കൊരു മോശമില്ല, നിനക്കാണ് മോശം. അത് ആളൊരു വയസ്സായൊക്കെ ഇരിക്കുന്ന സമയമാണ്. പണ്ട് അവളെ എടുത്തോണ്ട് നടന്നൊക്കെ അവരൊക്കെ ആയിരുന്നു. കാണണം എന്ന് പറഞ്ഞാണ് അവള് പോയത്. ഇനി നമുക്കൊരു പരാതി പറയാൻ പറ്റുമോ? ഇനി വേണ്ടപ്പെട്ട ബന്ധുക്കളായ നമ്മളാരും ചെന്നില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ പരാതിയാവും. അതുകൊണ്ട് അമ്മ വന്നാ നന്നായിരുന്നു. നമുക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയാനുള്ളത് നിന്റെ അടുത്ത് പറഞ്ഞ് നീ പോയിട്ട് വാ. ഞാൻ പോയ പിന്നെ അവിടെ അമ്മ ഇവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? അമ്മ ഒറ്റക്കിട്ട് ഞാൻ അങ്ങനെ പോകാനാണ്? അയ്യോ, എന്നെ ഒറ്റക്കിട്ടിട്ട് ആ കാര്യം ഒന്നും ചിന്തിക്കണ്ട. നിനക്ക് പോകണമെങ്കിൽ നീ പോയിട്ട് വാ. അപ്പൊ അവരമ്മ ചോദിക്കൂലേ? ഇതെന്ന് അവിടെ ഉള്ളവരൊക്കെ ചോദിക്കൂലേ അമ്മ വന്നില്ലെന്ന്? ചോദിക്കുമ്പോ വന്നില്ല, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി. ഒരു വയസ്സായ സ്ത്രീയല്ലേ അമ്മ? എന്റെ പൊന്നട, വയസ്സായ സ്ത്രീയാണെന്ന് വെച്ച് ഞാനിപ്പോൾ എന്താ ചെയ്യാനാ? ആ ഒരു വയസ്സായ സ്ത്രീയാണ്. നീ പോയിട്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞ്. പിന്നെ ഒരു കാര്യം, ഞാൻ വയസ്സായി കിടപ്പാവുമ്പോൾ ഞാൻ ചെന്നില്ലെങ്കിൽ അവരും വരണ്ട, അത്രയല്ലേ ഉള്ളു. പ്രശ്നം തീർന്നല്ലോ. അന്നവര് കാണൂല. ശരിക്കും അമ്മ എന്താ പറഞ്ഞത്? നീ എന്താ അമ്മേനോട് പറഞ്ഞത്? പറ. നിനക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അതല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ പോയിരുന്നു, കാര്യം അമ്മയുടെ കാലും തടവി തൈലം വേണമെന്നൊക്കെ ചോദിച്ച്, ലില്ലിയുടെ അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്, വയസ്സായ ആളല്ലേ, പോയി കാണണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ വയസ്സായി കിടക്കുമ്പോൾ അവർ വരണ്ട. അപ്പൊ അമ്മ ചത്തു എന്ന് വരെ പറഞ്ഞു, എന്നിട്ട് വരുന്നില്ല. ശരി, ഇതിൽ എന്തിനാ ഇപ്പൊ ഇത്ര കൺഫ്യൂഷൻ? നിനക്ക് പൊക്കൂടെ? അമ്മ വരണ്ട. അമ്മ ഒറ്റക്കിട്ടാ എന്താ കുഴപ്പം? ഞാനാണെങ്കി പോവും. നീ പോയിട്ടുണ്ട്. എപ്പോ? 18 കൊല്ലത്തിന് മുമ്പ് എന്നെയോ അച്ഛനെയോ അമ്മയോ ഓർക്കാതെ ഇറങ്ങി പോയവളാണ് അവള്. കനക, ഇതുമായിട്ട് എന്താടാ ബന്ധം? അതിപ്പോ പറയണെന്തിനാ? അമ്മ പറയും പോലെ ഒരു കാലത്തിന്റെ ചോറ് ബന്ധം നിലവിടെ ഒരെണ്ണം എടുത്ത് നോക്കിയാൽ മതി. വർഷങ്ങൾക്ക് മുമ്പ് നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് ഇന്നും ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാളും ചെയ്യും. അതിനോട് നിഷ്കരണം പറഞ്ഞത് അമ്മ ഇട്ടിട്ട് പോയെ. എന്താ പറയണേ? 18 വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് അത് വലിച്ച് കേട്ട് മടുത്തു. ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അമ്മയുടെ കുണ്ടക്കറി മാറ്റണം. അമ്മയുടെ കുണ്ടക്കറി മാറ്റിയിട്ട് അമ്മയും കൊണ്ട് ലില്ലിപ്പെണ്ണിന് വല്യമ്മയെ പോയി കാണണം. അത്രയല്ലേ ഉള്ളൂ. അതിനെ എനിക്കൊരഭിപ്രായമില്ല. ഞാൻ ഇനി കമാന്നൊരക്ഷരം മിണ്ടില്ല. തന്നെ ആലോചിക്കും. ഈ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന സ്ത്രീകളുടെ മനസ്സിന്റെ ഉള്ളറിഞ്ഞ് ചില പറയാമോ? സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയില്ലേ, അതിനകത്ത് ശ്രീരാമ ഇതേപോലെ ഒരു വലിയ വീട്ടിൽ ഏകാന്തം അനുഭവിക്കുകയാണ്. ആ അമ്മയ്ക്ക് സിനിമ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. ജയറാമ മറ്റേ MIT-കകത്ത് കയറ്റിക്കൊണ്ട് പോയി തിയേറ്ററിൽ നിന്ന് കൂകി വിളിച്ച് ബഹളം ഉണ്ടാക്കുന്ന ഓർമ്മയുണ്ടോ? ആ അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കി ചെയ്യണം. ഇവിടുത്തെ അമ്മയ്ക്ക് കൊട്ടയിൽ പോയി സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂല്ല, അതുകൊണ്ട് പറഞ്ഞതാ. റൊണാൾഡെ, അമ്മയ്ക്ക് സിനിമയൊന്നും ഇഷ്ടമല്ല, അമ്മയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമാണ്. കൊള്ളൂല്ല ഇത് ചീറ്റും. അമ്പലത്തിൽ പോകുന്നതും ഇഷ്ടമാണ്, സിനിമയ്ക്ക് പോകുന്നതും ഇഷ്ടമാണ്, കളിക്കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നത് ഇഷ്ടം. ഇതെല്ലാ പ്രായ അമ്മമാർക്കും അങ്ങനെ. ഇതിലേതെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുണ്ടക്കറി മാറും. ഉറപ്പായിട്ട് ലില്ലി പെണ്ണിനെ കാണി ഒരുപോനാണ് നമ്മൾ അതായത് ഈ നമ്മുടെ ലില്ലി പെണ്ണിന്റെ വല്യമാമ സുഖമില്ലാതെ കിടക്കുന്ന സാഹചര്യത്തിൽ ഇഷ്ടപ്പെട്ട മരുമോനെ, ലില്ലി പെണ്ണിന്റെ വല്യമാമ സുഖമില്ലാതെ കിടക്കൂല്ലോ, ആ ഒരു സാഹചര്യത്തിൽ മരുമോനായ താങ്കൾ അവിടെ ചെന്നാൽ ആർക്കാണ് അതിനെ കുറിച്ച് ഏത്? എനിക്ക് കുഴപ്പമില്ല. ക്ലീറ്റ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാ പോണേ. അങ്ങോട്ട് പോണല്ലേ ഉള്ളു, ലില്ലി അവിടെ ഉണ്ട്. അതെ, ക്ലീറ്റ തിരക്കുള്ള ഒരാള്, എനിക്കൊരു കൊച്ചുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം കുഴപ്പമില്ല. നീ ഒരു പണിയില്ലാതെ ഇവിടെ ഇരിക്കുവാണ്. ഒരു പണി പക്ഷേ നിനക്ക് പോകാൻ പറ്റൂല. ഈ ഐഡിയ ചീറ്റും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നടക്കണ ഒരു കാര്യം പറയട്ടെ. ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് ഉല്ലാസമാണ് വേണ്ടത്. ഉല്ലാസം. അതിന് സിനിമ തിയേറ്ററിൽ പോയിട്ട് കാര്യമില്ല. അമ്മേനെ വീഗാലാൻഡ് പോലെയുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നന്നാവും. അതിന് വാതൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് 60 വയസ്സ് കഴിഞ്ഞ ഒരു ഒറ്റ സുനാട്ടിക്കകത്ത് കയറരുതെന്ന്. അപ്പോഴാ 85 വയസ്സുള്ള അമ്മ അതിനകത്തോട്ട് കൊണ്ടുപോകുന്നത്.
പൊന്നു മച്ചമ്പി ഞാൻ ഒരു കാര്യം ചെയ്യാം. താരം എറിഞ്ഞു നോക്ക്. നോക്കിക്കോ. എങ്ങും ചീറ്റത്തില്ല. മച്ചമ്പി ഇത് അവതരിപ്പിക്കുന്നു, അമ്മയും കൊണ്ട് സിനിമയ്ക്കും അവിടെ പോകാൻ പറ്റില്ല. എന്നെ താണ്ടിങ്ങനെ റൊണാൾഡോന്ന് തന്നെ വിളിച്ചു. ചില അവതരണ ശൈലിയുണ്ട്, അതടിച്ചിട്ട് വരാം. എൻ്റെ ഐഡിയകൾ മച്ചമ്പി എടുത്തു തുടങ്ങി. ആ ഓരോരുത്തർ സ്വന്തമായിട്ട് ചായ കിട്ടി കൂടി തുടങ്ങി. പിന്നെ സ്വന്തമായിട്ടെങ്കിലും ചായ ഇട്ട് കുടിക്കണ്ടേ? എനിക്ക് ഇട്ടുതരാൻ ആരും ഇല്ലല്ലോ. പിന്നെ ചായയും വെള്ളം കുടിക്കാതെ കിടക്കണോ ഞാനിവിടെ? ഞാൻ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ അമ്മ ഇത് കണക്ക് തന്നെ. അവൻ്റെ ഭാര്യ എവിടെ ബന്ധു വീട്ടിലാണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ചായ ഇട്ട് കൊടുക്കൂല, ഒന്നും ചെയ്ത് കൊടുക്കൂല. മനസ്സിലായില്ലേ? ശരിയാണ്. എന്തോന്ന് ശരിയാണ്? പിന്നെ ആ കളവി ഒറ്റയ്ക്ക് അവിടെ കിടന്നിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിനരി ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത്. അവർ തന്നെ ഇഷ്ടം പോലെ അങ്ങ് പോയേക്കും. അവരൊക്കെ ആരുണ്ട് പിന്നെ? അയ്യോ അയ്യോ, ചായ കുടിച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ പുതിയതാമ്മ ഇത്? പുതിയതൊന്നും അല്ല. നീ കണ്ടിട്ടില്ലേ ഇത്? കണ്ടിട്ടില്ലേ? ക്ഷണിച്ച് അയക്കാനായിട്ട് വന്നിരിക്കുന്നു. നമ്മൾ പണ്ട് പടയോട്ട സിനിമ കാണാൻ പോയി ഓർമ്മ നമുക്ക്. ഞാനുമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ റെയിൽവേ ട്രാക്കിലൂടെ നടന്നത്. തങ്കമില്ല, തങ്ക അന്ന് കടക്കലത്തെ വാമാവൻ്റെ വീട്ടിലാണ്ട് പോയിരിക്കുക. നമ്മളെൻ്റെ കൂടെ എനിക്ക് നല്ല ഓർമ്മയില്ല, പക്ഷേ പടം ചെറിയ ചെറിയ സീനൊക്കെ ഓർമ്മയുണ്ട്. അയ്യോ, ഇന്ന് വേണേൽ നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോയായിരുന്നു. എന്നാകുമ്പോൾ വേറെ ഗുണമെന്ന് വെച്ചാൽ ലില്ലിയില്ല, മക്കളുമില്ല, നമ്മൾ മാത്രം. അന്ന് പോയ പോലെ ഞാനും അമ്മയും കൂടെ മാത്രം ഇങ്ങനെ. അപ്പോൾ ഗുണം എന്താണ്? അമ്മയ്ക്ക് ഇഷ്ടമുള്ള തിയേറ്റർ, ഇഷ്ടമുള്ള സിനിമ, ഇഷ്ടമുള്ള ആഹാരം എല്ലാം കഴിച്ച് ഞാനും അമ്മയും മാത്രം നമ്മളോട് ഇങ്ങനെ പോയിട്ട് വരും. അടിപൊളിയായിരിക്കും. അയ്യോ, ഞാൻ റെഡിയാണ്, പക്ഷേ അമ്മ റെഡിയാണെന്നുണ്ടെങ്കിൽ തേങ്ങ നടന്നില്ലേ? എങ്ങനെ നടക്കാനാ? ഓനൊരു ഐഡിയ കൊണ്ടുവരും. നിനക്ക് ആരുടെ ഐഡിയ ഒക്കെ തന്നെ? എനിക്കിത് പറഞ്ഞു തുടങ്ങിയപ്പോഴേ തോന്നി നടക്കൂല. നീയല്ലാതെ ഇവന്റെ വാക്കൊക്കെ കേൾക്കൂ. അങ്ങനെ തങ്കം ചേട്ടത്തി എപ്പോഴും ഇവിടുന്ന് പറയുന്നേക്ക അമ്മയ്ക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഓർമ്മ വെച്ചിട്ടാ ഞാൻ പറഞ്ഞത്. എന്നും പറഞ്ഞിട്ട് പ്രാന്ത് എടുത്ത് നിൽക്കുന്ന ആളോട് പോയിട്ട് സിനിമ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരുമോ? എന്റെ ഐഡിയയുടെ കുഴപ്പമില്ല, ഇത് അവതരണത്തിന്റെ പോരായ്മ. അത് ആരുടെ? എന്റെ കനകന്റെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ആർക്ക്? സ്റ്റേഷനിലൊക്കെ ആ കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. റൊണാൾഡിനെ അറിയാവോന്നറിയില്ല. പണ്ടൊരു കഥാപ്രസംഗം പറയാൻ ഇവിടുന്ന് പോയി. കർട്ടൻ നീക്കിയതും കഥാപ്രസംഗക്കാരൻ ദേ വിറച്ച് താഴെ കിടക്കണ്. അതിപ്പോ പൊതുജനാണെങ്കിലും അമ്മയാണെങ്കിലും കുട്ടിയുടെ കഥാപ്രസംഗം. എടാ, അത് ജനങ്ങളാണെങ്കിലും അമ്മയാണെങ്കിലും നിനക്ക് രണ്ടാളെ കണ്ടാൽ കൈയും കാലും വരയ്ക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ ഐഡിയയുടെ കുഴപ്പമില്ല. നല്ലൊരു സാധനമായിരുന്നു, അത് കിട്ടിയായിരുന്നെങ്കിൽ. അതിലും കിടക്ക് സാധനം വേറെ ഉണ്ട്, 2-3 ഉണ്ടാ പറഞ്ഞൂടാ. അവളങ്ങ് അവതരിപ്പിക്കട്ടെ. എന്താ എന്താ തങ്ക അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങ് എല്ലാം ചെയ്യാന്ന് പറഞ്ഞ എല്ലാത്തിനും ഇടക്കേറി പോണേ. എന്തിനാ ഞാൻ ചെയ്തപ്പോ കാണിച്ചു തരാം. പിന്നെ അമ്മയുടെ സ്കൂളിൽ പഠിച്ച ഏതൊരു ബാല്യകാല സുഹൃത്തിന്റെ വീട്ടിൽ പോവാന്ന് പറ. അമ്മയ്ക്ക് അത് ഭയങ്കര രോമാഞ്ചമുള്ള സംഭവമാണല്ലോ. ഞാൻ പറയാം. നീ അവതരിപ്പിക്കും. എന്ത് കാണിച്ചു തരട്ടെ? എന്ത് കാണിച്ചു തരട്ടെ? പെൺപുലിയിലെ പ്രസംഗം അവതരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതൊന്നും അതിനെ പറ്റി പറയല്ലേ. തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കും. ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അമ്മാ, ഇത് പൊളിയും കേട്ടാ. അമ്മാ, പറഞ്ഞ സിനിമയ്ക്ക് വന്ന് എന്റെ ഐഡിയ ആയിട്ട് സിനിമയ്ക്ക് നീ പറഞ്ഞല്ലേ സിനിമയ്ക്ക് വന്നു, അതുകൊണ്ട് അവതരണം. അല്ല പക്ഷെ അല്ലമ്മ, ഈ നമ്മള് അയ്യോ എന്താടി? അപ്പൊ നമ്മൾ ഇനി സിനിമ കഴിഞ്ഞിട്ട് പോകാമല്ലേ? എങ്ങോട്ട്? ലില്ലിയുടെ അമ്മൂമ്മയെ കാണണ്ടേ? ഇനിയിപ്പോ നാളെയല്ലേ പറ്റുള്ളൂ. അല്ല, അതെന്തിനാ നാളെ ആക്കുന്നത്? നമ്മൾ സിനിമയും കണ്ടിട്ട് വരുന്ന വഴിയിൽ അങ്ങോട്ട് കയറിയിട്ട് വന്നോട്. അത് മതി. എനിക്ക് അവരെ കാണാൻ ഭയങ്കര ആഗ്രഹം മക്കളെ. നമ്മളെന്ന് ഞാനും അമ്മയും മാത്രല്ലേ ഉള്ളൂ. അങ്ങോട്ട് അല്ല
അവക്കെന്തോ അവതരിപ്പിക്കാനുണ്ട്, അവനെന്തോ ഐഡിയ ഉണ്ടാക്കാനുണ്ട്. ഇല്ല, അത് നാളെയാണത്. ഇന്ന് ഫ്രീ. ഇല്ലില്ല, എന്റെ അവതരണം തൊട്ട് മുമ്പ് കഴിഞ്ഞു. വളരെ മോശമായിരുന്നു. അമ്മ ഞാനും അമ്മയുടെ സിനിമയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ലില്ലിയുടെ വീട്ടിൽ പോകുന്നു. ചോദിച്ചു നമ്മൾ പറഞ്ഞോന്നു. വേണ്ടാന്ന് പറഞ്ഞു. പോയിട്ട് വരട്ടെ, നിങ്ങൾ അവതരിപ്പിക്കും കേട്ടോ. ഐഡിയ ഉണ്ട്. Audience